ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി ശ്യാമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എനിക്കൊരിടത്ത് സത്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. അതിനുശേഷം എനിക്ക് തിരിയുമ്പോഴാണ് ഈശ്വരാ, ചതി പറ്റിയല്ലോ, സത്യങ്ങളൊക്കെ പറയുകയും ചെയ്തല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രുതി വേഗം റൂമിലേക്ക് ഓടിപ്പോവാണ്. റൂമിലേക്ക് പോയിരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് എനിക്ക് വരുന്നുണ്ട്. എനിക്ക് ശ്രുതി അടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രുതി നേരത്തെ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം എന്താണ്? എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഞാനത് ആലോചിച്ചെടുത്താൽ തന്നെ എത്രത്തോളം അത് സത്യം ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ശ്രുതി പറഞ്ഞതിന്റെ ബാക്കി പറ. നീ എന്താ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞത്? ശ്യാംബ്രോനെ കുറിച്ച് നിനക്ക് എന്തൊക്കെയോ അറിയാൻ തോന്നണല്ലോ, അല്ലെങ്കിൽ നിനക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. എന്താ ശ്രുതി, എന്താ കാര്യം എന്ന് എനിക്ക് ചോദിക്കുകയാണ്. ശ്രുതി പറയണ്ട്, അത് എനിക്ക് ചേട്ടാ അതൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് പറയണ്ട്, ശ്രുതി നോക്ക്, മര്യാദക്ക് നീ എന്നോട് സത്യം പറ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം അഞ്ജലി ചേച്ചിടത്തും മുത്തശ്ശിടത്തും പറയും. അവര് ചോദിച്ചാൽ നീ സത്യം പറയുമല്ലോ, എന്താ അങ്ങനെ വേണോ ചോദിക്കുമ്പോ, അയ്യോ എനിക്ക് ചേട്ടാ ഈ കാര്യം വേറെ ആരും ഇവിടെ അറിയരുത്, ആരും അറിയാതിരിക്കാൻ വേണ്ട ഞാൻ ശ്രമിക്കണത്. എന്താ ശ്രുതി, എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലോ, എന്താണെങ്കിലും നീ ഒന്ന് തുറന്നു പറ, അല്ലാതെ മനസ്സിൽ വിചാരിച്ച് വെച്ചോണ്ടിട്ട് എന്താ കാര്യം? ചിലപ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയാലോ, അതുകൊണ്ട് നീ എന്താ നിന്റെ മനസ്സിൽ ആ ഒരു ടെൻഷനും എന്താ ഒരു സംശയം എന്നുള്ളത് സത്യമായിട്ട് പറയാന്ന് പറയണ്ട. അപ്പൊ സമയത്ത് എനിക്ക് അടുത്ത് ശ്രുതി പറയണ്ട, എന്റെ മനസ്സിലെ സംശയമൊന്നുമല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്, ഈ ശ്യാം ചേട്ടനെ കുറിച്ചുള്ള സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ്. ശരി, അതെന്താ സംഭവം ഞാൻ കൂടി കേൾക്കട്ടെ. ശ്യാം ഏട്ടന് നീ സംശയക്കാനുള്ള കാരണം എന്താണ്? എന്തോ അശ്വിനെ കുറിച്ചും എന്തൊക്കെയോ നീ പറഞ്ഞല്ലോ, എന്തൊക്കെയാ ശ്രുതി ആദ്യം മുതൽ പറയണം. അങ്ങനെ ശ്രുതി ശ്യാമിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും എനിക്ക് അടുത്ത് പറയാട്ടോ. ശ്യാം എന്ന് പറഞ്ഞത് വളരെ വൃത്തികെട്ടവരാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അയാള് ഒരു അവിവാഹിതാണെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മായിയുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. ശേഷം എന്നെയായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. ശ്രുതി വാട്ട്, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇല്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. നീ നമ്മുടെ ശ്യാമേട്ടിനെ കുറിച്ച് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. പുള്ളി ഭയങ്കര ജെന്റിൽമാൻ ആണ് എന്ന് പറയുമ്പോ, അതെ, അത് നിങ്ങളുടെ മുമ്പിൽ മാത്രമാണ്. അയാൾക്ക് വേറൊരു മുഖമുണ്ട്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു മുഖം. അതെനിക്കും എന്റെ വീട്ടുകാർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പൊ അശ്വിൻ സാറിന്റെ കയ്യിൽ നിന്ന് കുറെ ഡോക്യുമെന്റ്സ് അയാൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് കൂടാതെ അയാളെ അശ്വിൻ സാറിനെ കാണാതായതിന് പിന്നിലും അയാളാന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അത് സംശയിക്കാനുള്ള കാരണം എന്താ നോക്ക് ശ്രുതി, ഞാനിതൊന്നും വിശ്വസിക്കില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, എനിക്ക് ചേട്ടൻ വിശ്വാസം വന്നാൽ പോരെ. ഒരു കാര്യം ചെയ്, ശ്യാമേട്ടന്റെ അവിടെ ഒരു ഷൂ കിടക്കുന്നുണ്ട്. ഇന്ന് ശ്യാം സാർ പുറത്തിട്ടോണ്ട് പോയ ഷൂ ആണ്. ആ ഷൂവിലൊരു ചോരപ്പാട് കാണാം. അത് ആരുടെയാണെന്ന് പോയി ചോദിക്ക്. അയാൾ നിന്ന് വെപ്രാളപ്പെടുന്നത് കാണാം. ആ ചോരപ്പാട് എനിക്ക് ഉറപ്പുണ്ട് അത് അശ്വിൻ സാറിന്റെ തന്നെയാണ് എന്ന് പറയാണ്. ശരി, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ശ്യാമിന്റെ റൂമിലേക്ക് പോവാണ്. ശ്യാം ആ സമയത്ത് റൂമിലായിരിക്കും കേട്ടോ. ശ്യാമോട് പറഞ്ഞു, ഹലോ ശ്യാം ചേട്ടാ, എന്താ എനിക്ക് ഞാൻ വെറുതെ വന്നതാണ് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ഒന്നറിയാതെ പോലെ ശ്യാമിനോട് ചോദിക്കേണ്ട, അതല്ല ശ്യാം ചേട്ടാ, ഇത് ശ്യാമേട്ടന്റെ ഷൂ അല്ലേ? അതെ, എന്റെ ഷൂ ആണ്. എന്താ എനിക്ക്? അല്ല, ഷൂവിൽ എന്തോ ഒരു ചുവന്ന കറ പോലെ കാണുന്നുണ്ടല്ലോ, ഇതെന്താ ശ്യാമേട്ടാ, ഇത് എന്ത് പറ്റിയത്? അത് വല്ല ചെളിയായതായിരിക്കും. ഇത് കണ്ട ചോരക്കറ പോലെ ഉണ്ടല്ലോ ശ്യാം ചേട്ടാ, എന്തു പറ്റി? ഇത് ചോരക്കറ തന്നെയാണല്ലോ എന്നൊക്കെ പറയാണ്. അത് കഴിയുമ്പോ ശ്യാമിന് എന്ത് പറയണമെന്ന് അറിയില്ല, കാരണം ശ്യാമും അത് അപ്പോഴാട്ടോ ശ്രദ്ധിക്കണത്. അതുകൊണ്ട് പെട്ടെന്നൊരു കള്ളം ഉണ്ടാക്കാൻ ശ്യാമിന് പറ്റുന്നില്ല. ശ്യാം പെട്ടെന്ന് ഇങ്ങനെ പരിങ്ങി പരിങ്ങിയാണ് നിൽക്കുവാണ്. അത് എന്റെ കാല് പൊട്ടി അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു കള്ളം പറയുന്നുണ്ട് കേട്ടോ ശ്യാം ആ സമയത്ത്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ശ്രുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നീട് ശ്യാമാണെന്നുണ്ടെങ്കിൽ ഇനി ഇവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട്, ഇനി ആ പെട്ടിലുള്ള ഡോക്യുമെന്റ്സ് എങ്ങാനും അവരെടുത്തോ ആവോ എന്ന് പറഞ്ഞിട്ട് ശ്യാം അപ്പൊ തന്നെ പെട്ടിയിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുവാണ്. അങ്ങനെ അത് എനിക്ക് ആ സമയത്ത് ആ റൂമിൽ ഉണ്ടാവും കേട്ടോ, എല്ലാം എനിക്ക് കാണുന്നുണ്ട്. ഡോക്യുമെന്റ്സ് എല്ലാം ശ്യാം ആ പെട്ടി തന്നെ ആക്കിയിട്ട് അവിടെ വെക്കുകയാണ്. അപ്പൊ എനിക്കൊക്കെ കാര്യം മനസ്സിലായി, ശ്യാമേട്ടൻ തന്നെയാണ് കള്ളൻ എന്നുള്ള സത്യം. അങ്ങനെ എനിക്ക് ശ്രുതിയുടെ അടുത്ത് വീണ്ടും വരുവാണ്. ശ്രുതിക്കുട്ടി എന്താ എന്താ എനിക്ക് എന്ന് പറയുമ്പോ, അതെ, എനിക്ക് വിശ്വാസമായി, ശ്രുതിക്കുട്ടി പറഞ്ഞത് വിശ്വാസമായി. ശ്യാമേട്ടന് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ഞാൻ പലതും ചോദിക്കുമ്പോഴും പലതും വിക്കിയും മൂളിയട്ട മറുപടി പറഞ്ഞത്. അത് മാത്രല്ല, ശ്രുതി പറഞ്ഞ ആ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, അത് ശ്യാമേട്ടന്റെ കയ്യിൽ തന്നെയുണ്ട്. പെട്ടിനുള്ളിൽ വെക്കണത് ഞാൻ ഭദ്രമായിട്ട് വെക്കണത് ഞാൻ കണ്ടതാണ്. അപ്പൊ ആ പെട്ടിയിലുണ്ടല്ലേ? അതെ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രുതി, ശ്യാമേട്ടനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അതെ, എനിക്ക് ബ്രോ എന്റെ കൂടെ നിക്കാവോ? അതിനെന്താ, ഞാൻ നിന്റെ കൂടെ നിക്കാം. പിന്നെ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാൾ കൂടി ഉണ്ട്. അപ്പൊ അതാരാൻ ചോദിക്കുമ്പോ, മനോരമാന്റെ ഉണ്ടായിരുന്നോ? പക്ഷെ മനോരമാന്റെ ഇനിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. മനോരമാന്റെ ചിലപ്പോൾ ഇത് വിശ്വസിക്കില്ല, ശ്യാമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ. അതുകൊണ്ട് മനോരമാന്റെ അടുത്ത് ഇത് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരാൾ കൂടി ഉണ്ട്. അതാരാ? അത് വേറെ ആളല്ല, സച്ചിയേട്ടനാ. വാട്ട്, സച്ചിയോ? അതെ, സച്ചിയേട്ടൻ. എന്നിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാനാ പറഞ്ഞത്, ഈ വീട്ടിൽ ആരോടും പറയരുതെന്ന്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്നിട്ട് സച്ചി ബ്രോ അന്വേഷണം തുടങ്ങിയോ? തുടങ്ങി. അശ്വിൻ സാർ അവർ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള ചില ഇടങ്ങളിലൊക്കെ സച്ചി ചേട്ടനും അതുപോലെ സച്ചിന്റെ കൂട്ടുകാരും കൂടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നീ പേടിക്കണ്ട. എങ്ങനെയെങ്കിലും അശ്വിൻ ബ്രോനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട, കാരണം എനിക്ക് അത്രമാത്രം വിശ്വാസമാണ് സച്ചിന എന്ന് പറയാണ് എനിക്ക്. അപ്പൊ ശ്രുതി പറയണ്ട, അതെ എനിക്കും വിശ്വാസമാണ് എന്ന് പറയണ. എന്തായാലും
എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി ആലോചിച്ച് മാത്രം തീരുമാനം എടുത്താൽ മതി ശ്രുതി. കാരണം ഷ്യാമിന് ചെറിയൊരു സംശയമുണ്ട് നിന്നെ എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, ചെറിയ സംശയമല്ല, വലിയ സംശയം തന്നെയാണ്. ഞാൻ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അയാൾ ഒരു മുഴം മുന്നേ എറിഞ്ഞു. അഞ്ജലി ചേച്ചിയുടെ എൻ്റെ അടുത്ത് വേണ്ടാത്ത രീതിയിലേക്ക് അയാൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ശ്യാമേട്ടന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാ ശ്രുതി നമ്മൾ ഈ സത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക? ശ്യാമേട്ടനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വീഴ്ത്തണമല്ലോ. അത് ഒരു കാര്യം ചെയ്യാം, നീ ശ്യാമേട്ടനടുത്ത് ഒന്ന് അടുക്കുന്ന പോലെയൊക്കെ പെരുമാറ്. അയാൾ അതിൽ വീഴണം. അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ നീ അയാളുടെ റൂമിൽ നിന്ന് എടുക്കണം എന്ന് പറയാണ്. ആ ശരി, എന്നാ അങ്ങനെ ചെയ്യാം എന്ന് പറയണം. അങ്ങനെ ശ്രുതി ശ്യാമിന്റെ അടുത്ത് അവിടെ ഒരു പൂജ നടക്കുന്നുണ്ടോ. പൂജ നടക്കുന്ന സമയത്ത് ഈ കഴുത്തിൽ ഒരു കറുത്ത ചരട് കെട്ടുന്ന ഒരു പൂജയാണ്. അപ്പൊ ആ കറുത്ത ചരട് ശ്യാം ഇങ്ങനെ കെട്ടാൻ പോകുമ്പോഴേക്കും ശ്രുതി റൂമിലേക്ക് വരുന്നുണ്ട്. അതെ ശ്യാം ചേട്ടാ, ഇത് ഞാൻ വേണമെങ്കിൽ കെട്ടിത്തരാൻ കേട്ടോ. ശ്യാമിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുവാണ്. ശ്രുതി നീ തന്നെയാണ് പറയണത്? അതെ ഞാൻ തന്നെയാ, ഞാൻ കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ശ്യാമിന്റെ കഴുത്തിലേക്ക് ആ ചരടൊക്കെ കെട്ടിക്കൊടുക്കേണ്ടത്. അത് മാത്രല്ല ശ്രുതി ശ്യാമിനോട് കുറച്ച് അടുപ്പം കാണിക്കുന്നുണ്ട്. കാരണം ശ്യാമിന്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ വീഴാനാണ്. അത് മാത്രമല്ല ശ്യാമിന്റെ കയ്യിൽ ഡോക്യുമെന്റ്സും പെൻഡ്രൈവും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അത് പെൻഡ്രൈവ് ഒക്കെ ഇതിൽ, അതായത് ആ മാലയുണ്ടല്ലോ, ആ മാലേന്റെ ഉള്ളിൽ പെൻഡ്രൈവ് അതായത് അതിനുള്ളിൽ ചെറിയൊരു പെൻഡ്രൈവ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെക്കാൻ വേണ്ടിയാണ് ശ്രുതി കൂടുതൽ അടുക്കുന്ന പോലെ കാണിക്കുന്നത്. പക്ഷേ ശ്യാം പൊട്ടന്റെ വിചാരം ശ്രുതിക്ക് എന്തോ തന്നെ വല്ലാത്ത പ്രണയമാണെന്നോ ഒക്കെയാണ് വിചാരം. അപ്പൊ ശ്രുതി അടുത്ത് ശ്യാം ചോദിക്കുന്നുണ്ട്, ശ്രുതി നീ അപ്പോ എന്നെ പ്രണയിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം എന്ന് ശ്രുതി പറയാണ്. അതെന്താ ശ്രുതി പറ എന്ന് പറയാണ് ശ്യാം. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, വേറൊന്നുമല്ല, നിങ്ങളിപ്പോ നിയമപരമായിട്ട് അഞ്ജലി ചേച്ചിയുടെ ഭർത്താവാണല്ലോ, നിങ്ങൾ അഞ്ജലി ചേച്ചിനെ ഡിവേഴ്സ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാം എന്ന് പറയാണ്. ഓ ഒത്ത് എന്ന് പറഞ്ഞ രീതിയിൽ ശ്യാം പറയുന്നത്, ആ ശരി ശരി, ഞാൻ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം എന്ന് പറയണം. അപ്പൊ ഇവരുടെ രണ്ടിന്റെ സംഭാഷണം പെട്ടെന്ന് മനോരമ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടോ. മനോരമക്ക് അങ്ങനെ ആകെ ദേഷ്യം വരണം. അങ്ങനെ മനോരമക്ക് ശ്രുതിയുടെ ഒരു വൈരാഗ്യം പോലെ തോന്നും കേട്ടോ. അതായത് ഇവളും ശ്യാമും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടല്ലോ എന്ന രീതിയിൽ ശ്യാമിനോട് ശ്രുതിയെടുത്ത് മനോരമക്ക് ഭയങ്കര ദേഷ്യം തോന്നുവാണ്. അതിനുശേഷമാണെങ്കിൽ അത് പിന്നെ തെളിയൊക്കെ ചെയ്യും കേട്ടോ. തെറ്റിദ്ധാരണ എന്നൊക്കെ മനോരമൊക്കെ മനസ്സിലാക്കിയാവും. അങ്ങനെ നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും സച്ചിയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു, ശ്യാമിന്റെ കള്ളത്തരം മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കും, കണ്ടുപിടിക്കും എന്നൊക്കെ. എല്ലാ കള്ളത്തരം കണ്ടുപിടിക്കും, ശ്യാമാണ് ഇതിന് പിന്നിലെന്നൊക്കെ ശ്രുതിയും എനിക്കെയും അതുപോലെ തന്നെ പ്രീതിയൊക്കെ പറയും കേട്ടോ. പക്ഷെ ആരും അത് വിശ്വസിക്കില്ല. പിന്നെ ശ്രുതി ഈ തെളിവൊക്കെ പറയും. അതായത് ഈ പാസ്പോർട്ട് കാണിച്ച ഭാഗമില്ല, അത് ശ്യാം അശ്വിന്റെ പാസ്പോർട്ട് അവിടെ നിന്ന് മോഷ്ടിക്കുകയാണ്. കാരണം പാസ്പോർട്ടില് ഈ വ്യാജമായിട്ടുള്ള രേഖകൾ അടയാളപ്പെടുത്താൻ വേണ്ടി, അതായത് ശ്യാം അശ്വിൻ എന്തോ സ്വിറ്റ്സർലാൻഡിൽ അവിടെ എന്തോ പോയേക്കണെന്ന് പറഞ്ഞു. അപ്പൊ അവിടത്തെയുള്ള സ്റ്റാമ്പ് പതിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത് അവിടെ പോയെന്നുള്ള രേഖ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിന്റെ പാസ്പോർട്ട് ശ്യാം അങ്ങോട്ട് എടുത്തത് കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ ശ്രുതി പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരുടെ മുമ്പിൽ ആ തെളിവൊക്കെ നിരത്തുന്നത്. എന്തായാലും ശ്യാമിന്റെ കള്ളത്തരം ഈ ആഴ്ചയോട് കൂടുതൽ പൊളിയും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ